വീഡിയോയിൽ ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന MI റോബോട്ട് വാക്യൂം മോപ്പ് Pന്റെ ഒരു റിവ്യൂ ആണ്. ഇതിൻ്റെ ഞാൻ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം വീഡിയോ എൻ്റെ വരെ തീർച്ചയായിട്ടും കാണും. അപ്പം നമുക്ക് വീഡിയോ തുടങ്ങാം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് അൺബോക്സിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതാണ് നമ്മളെ ബോക്സ്, എന്നിട്ട് ഇതാണ് നമ്മളെ സൈഡ്. ഓക്കെ, അപ്പം നമുക്ക് ഈ കാർഡ് ബോർഡ് ഒന്ന് റിമൂവ് ചെയ്യാം. ഈ കാർഡ് ബോർഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് 2 ബ്രഷും ഒരു ക്ലോത്തുമാണ്. അപ്പം ഇതാണ് നമ്മളെ മെയിൻ പ്രൊഡക്റ്റ്. നിങ്ങൾക്ക് കാണാവുന്നത് പോലെ എന്താണ്ട് ഇവിടെ MIയുടെ ബ്രാൻഡിങ് ഉണ്ട്. നിങ്ങൾക്കിത് റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതാണ് നമ്മളെ ഡസ്റ്റ്ബിന്ന്. ഇവിടെ ആയിരിക്കും നമ്മളെ എല്ലാ ഡേർട്ടും കൂടെ സ്റ്റോറായിരിക്കുന്നത്. പിന്നെ ഇതൊരു ബ്ലേഡാണ്. നിങ്ങൾക്ക് വല്ല നൂലെങ്ങാനും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്യാവുന്നതാണ് ഇത് വെച്ച്. ഓക്കെ, നമുക്കിനി ഇത് അടയ്ക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ കുറേ സെൻസേഴ്സ് ഉണ്ട് ഇതിന്. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ 2 ബിഗ് വീൽസ് ഉണ്ട്. പിന്നെ ഒരു കുഞ്ഞ് 360 ഡിഗ്രി വീലുണ്ട്. അപ്പം ഇതൊരു വലിയ ബ്രഷാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ ബോക്സിൽ ഇനിയും സാധനങ്ങളുണ്ട്, അത് നമുക്ക് നോക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ക്ലോത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ചാർജർ. പിന്നെ ഇതും ഒരു ഡസ്റ്റ്ബിന്നാണ്. പക്ഷേ നിങ്ങൾ മോപ്പിംഗ് ആണ് ചെയ്യുന്നെങ്കിൽ ഈ ഡസ്റ്റ്ബിൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതൊരു ചാർജിങ് പാഡാണ്. നിങ്ങൾക്ക് ഈ ചാർജർ കൊണ്ട് ഇത് കണക്ട് ചെയ്ത് ഫ്ലോറിൽ വെക്കാവുന്നതാണ്. എനിക്കിപ്പോൾ മോപ്പാണ് ചെയ്യേണ്ടത്, അതുകൊണ്ട് ഞാൻ ഈ ബ്ലാക്ക് ഡസ്റ്റ്ബിൻ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ക്ലോത്ത് ഇത് ഇൻസേർട്ട് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് കുഞ്ഞു ബ്രഷും കൂടെ കാണാൻ സാധിക്കും. ആദ്യം പറഞ്ഞ പോലെ നിങ്ങളിത് ഇവിടെ ഒന്ന് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ഇതിപ്പം ഫുൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, കാണിക്കുന്ന പോലെ ഇത് മൂവ് ചെയ്യുന്നുണ്ട് സക്സസ്ഫുള്ളി. ഇത് വല്ല അഴുക്കം കാണാൻ ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് റിവ്യൂവിലോട്ട് കിടക്കാം. ഈ റോബോട്ട് വാക്യൂം ക്ലീനർ സർക്കുലർ ഡിസൈനിലാണ് വരുന്നത്. എന്നിട്ട് വളരെ ഡിഫറെൻ്റ് ആണ് ബാക്കി വാക്യൂം ക്ലീനറിനെ അപേക്ഷിച്ച്. അപ്പം നിങ്ങളിപ്പം വിചാരിക്കും ഇത് പവർഫുൾ അല്ലെന്ന്, പക്ഷേ ആക്ച്വലി ഇത് പവർഫുൾ ആണ്. എൻ്റെ കളർ വരുന്നത് ഗ്ലോസി ബ്ലാക്ക് ആണ്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങളെ തലയിൽ നിങ്ങൾ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണെന്ന് വിചാരിച്ചു. അപ്പം ആ സമയത്ത് നിങ്ങൾ ഈ സ്മാർട്ട് വാക്യൂം ക്ലീനറിനെ ഓൺ ചെയ്താൽ അത് തന്നെ റെക്കഗ്നൈസ് ചെയ്ത് പോയി ആ സ്ഥലത്ത് എവിടെ വീണെന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളിപ്പം വിചാരിക്കും ഇത് തന്നെ എങ്ങനെ പോയി ഡിറ്റക്ട് ചെയ്ത് ക്ലീൻ ചെയ്യുന്നതെന്ന്. കാരണം അതിന് 12 ഡിഫറെൻറ്റ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഈ 12 സെൻസേഴ്സിൽ നിന്ന് എനിക്ക് 2 ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ ഇപ്പം പറഞ്ഞുതരാം. ആദ്യത്തേത് ക്ലിഫ് സെൻസറാണ്. ഈ ക്ലിഫ് സെൻസറിൻ്റെ പ്രത്യേകത, അപ്പം നിങ്ങളെ വീട്ടിലൊക്കെ റഗ്സ് കാണുന്നതായിരിക്കും. അപ്പം ഈ സ്മാർട്ട് വാക്യൂം ക്ലീനറിന് ഈ ക്ലിഫ് സെൻസർ ഉപയോഗിച്ച് ഈസിലി ആയിട്ട് ആ റഗ്സൊക്കെ ക്രോസ് ചെയ്യാൻ പറ്റും കാണുന്നത് പോലെ. പിന്നെ രണ്ടാമത്തെ സെൻസർ ആൻറ്റി ഡ്രോപ്പ് സെൻസറാണ്. ഈ സെൻസറിൻ്റെ പ്രത്യേകത, നിങ്ങൾ ഇപ്പം ടേബിളിൽ എന്തെങ്കിലും ഫുഡാണെന്ന് വിചാരിച്ചോ, അപ്പം ഈ വാക്യൂം ക്ലീനർ നിങ്ങൾ ആ ടേബിളിൽ വെച്ച് കൊടുത്താൽ അത് ക്ലീൻ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ MI സ്മാർട്ട് വാക്യൂം ക്ലീനർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുവഴി ടേബിളിൽ നിന്ന് വീഴുന്നതായിരിക്കും എന്ന്. പക്ഷേ അല്ല, ഇതിന് ആൻറ്റി ഡ്രോപ്പ് സെൻസറിനെ കാരണം ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നതായിരിക്കും. ഈ സ്മാർട്ട് വാക്യൂം ക്ലീനറിന്റെ പ്രോസസ്സർ വരുന്നത് ക്വാഡ് കോർ കോർട്ടെക്സ് 17 പ്രോസസ്സറാണ്. പിന്നെ ഡുവൽ കോർ മലി 400 GPU ഫോർ ദ റിയൽ ടൈം ഡേറ്റ. പിന്നെ ഈ സ്മാർട്ട് വാക്യൂം ക്ലീനറിന് ക്ലീനിങ് ആൻഡ് മോപ്പിങ്ങും ചെയ്യാൻ പറ്റും. MI ഇതിന്റെ മുമ്പ് ഒരു സ്മാർട്ട് ക്ലീനർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സ്മാർട്ട് ക്ലീനറിന് മോപ്പിംഗ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, ഒൺലി ക്ലീനിങ്. ഈ ന്യൂ മോപ്പിംഗ് ഫീച്ചറിന്റെ പ്രത്യേകത, ഇപ്പം നിങ്ങളെ വീട്ടിലെങ്ങാണോ വല്ല കെച്ചപ്പോ അല്ലെങ്കിൽ വെള്ളം വീണെന്ന് വിചാരിച്ചോ, ഇത് ക്ലീൻ ചെയ്യുന്നതായിരിക്കും ഈസിലി. പിന്നെ ക്ലീനർ നിങ്ങൾക്കറിയില്ല എന്തിനാണ്, ഈ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഈസിലി ക്ലീൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ സ്മാർട്ട് വാക്യൂം ക്ലീനർ സെറ്റപ്പ് ചെയ്യാൻ നിങ്ങൾക്കൊരു സ്മാർട്ട് ഫോൺ വേണ്ടി വരും. സ്മാർട്ട് ഫോണിൽ ചെന്ന് നിങ്ങൾ MI ഹോം എന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇത് പ്ലേ സ്റ്റോറിനും ആപ്പ് സ്റ്റോറിനും അവൈലബിൾ ആണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളെ ഹൗസ് മാപ്പ് സെറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ ഈ സ്മാർട്ട് വാക്യൂം ക്ലീനർ ബാറ്ററിയിലാണ് ഓടുന്നത്. അതുകൊണ്ട് ഇത് ഓഫ് കോഴ്സ് ചാർജ് ചെയ്യേണ്ടതാണ്. പക്ഷെ നിങ്ങൾ ചാർജ് ചെയ്യേണ്ട,
ഇത് തന്നെ ബാറ്ററി ഡിറ്റക്ട് ചെയ്ത് ഇത് ചാർജിങ് പോയിന്റിലോട്ട് ചെല്ലുന്നതായിരിക്കും. പിന്നെ ഇതിന്റെ ചാർജിങ് ടൈം വരുന്ന 2 to 3 hours ആണ്. ഇതിന് 33 വാട്ട്സ് ആണ് വരുന്നത്. അതിന്റെ സക്ഷൻ പവർ വരുന്നത് 2100 വാട്ട്സ് ആണ്. ഇതിന്റെ വെയിറ്റ് വരുന്നത് 3.6 kg ആണ്. ഇത് ചൈനയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് MI ഹോം ആപ്പിൽ കയറി കഴിഞ്ഞാൽ അതിന് കുറെ സെറ്റിങ്സ് വരുന്നതായിരിക്കും. അതായത് സൈലന്റ് മോഡ് ഉണ്ട്, സ്റ്റാൻഡേർഡ് മോഡ് ഉണ്ട്, മീഡിയം ഉണ്ട്, പിന്നെ ടർബോ ഉണ്ട്. നിങ്ങൾക്ക് അത് മാത്രമല്ലാതെ ഇതിന് ടൈമും ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഇത് ഗൂഗിൾ അസിസ്റ്റന്റുമായിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഇത്രയും പോസിറ്റീവ് കാര്യങ്ങളാണ് സംസാരിച്ചത്. ഇനി നമുക്ക് നെഗറ്റീവ് കാര്യങ്ങളിലോട്ട് പോവാം. ആദ്യത്തെ നെഗറ്റീവ് പോയിന്റ്, നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ബ്രഷസ് ഒന്നും കിട്ടത്തില്ല. എന്നാൽ ഒരു വാക്യൂം ക്ലീനറിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ടൊരു ബ്രഷാണ് തരേണ്ടത്. കാരണം ബ്രഷസ് ആണ് എളുപ്പമായിട്ട് ചീത്തയായി പോകുന്നത്. രണ്ടാമത്തെ നെഗറ്റീവ്, ഇതിന്റെ കളറ് ഗ്ലോസി ബ്ലാക്ക് ആയതുകൊണ്ട് ഇന്ന് പെട്ടെന്ന് അഴുക്ക് പിടിക്കുന്നതായിരിക്കും. അഴുക്കല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ്സ് അങ്ങനത്തെ കാര്യങ്ങൾ പിടിക്കുന്നതായിരിക്കും. പിന്നെ മൂന്നാമത്തെ നെഗറ്റീവ് കാര്യം, നിങ്ങളിപ്പം വീട് 2 നിലയാണെങ്കിൽ ഇത് നിങ്ങൾ 2 മേടിക്കേണ്ടതായിരിക്കും. കാരണം ഈ സ്മാർട്ട് വാക്യൂം ക്ലീനറിന് സ്റ്റെപ്പ് ഒന്നും ക്ലൈംബ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അതുകൊണ്ട് ഇപ്പം നിങ്ങളെ വീട് 2 നിലയാണെങ്കിൽ ഒരെണ്ണമായിട്ട് നിങ്ങൾ മേടിക്കുകയും ചെയ്യല്ലേ. പിന്നെ നാലാമത്തെ നെഗറ്റീവ്, നിങ്ങളെ വീട്ടിൽ ഇങ്ങനത്തെ തിക്ക് കാർപ്പറ്റ് ഉണ്ടെങ്കിൽ ഇതായിരിക്കും സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് സംസാരിക്കാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 24,999 ആണ്. ഇത് നിങ്ങൾക്ക് ഒറിജിനൽ MI സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും കയറി നോക്കുക. ഗൈസ്, അപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം നെക്കി ഓളം നിൽക്കുക. കുറ്റവും കഥയൊക്കെ നിങ്ങൾ കമൻറ്റിൽ പോയി കമൻറ്റ് ചെയ്യാവുന്നതാണ്. ക്യാച്ച് യു ഇൻ ദ നെക്സ്റ്റ് വൺ.